ഉണ്ണിതമ്പുരാട്ടി. സന്ധ്യയുടെ മാലാഖച്ചിറകുകൾ ഗ്രാമത്തിന് മേൽ പടരുമ്പോൾ പഴയ തറവാടിന്റെ ഏകാന്തതയിൽ ദേവയാനി ഇരിക്കുകയായിരുന്നു. കയ്യിലൊരു പുസ്തകമുണ്ടെങ്കിലും അവളുടെ ശ്രദ്ധ പടിവാതിലിലായിരുന്നു. ആ വലിയ വീട്ടിൽ അവൾ തനിച്ചായി. ഇരുട്ടിനെ അവൾക്ക് പേടിയാണെന്ന കാര്യം ആ ചുമരുകൾക്ക് മാത്രമറിയാം. ഉണ്ണിതമ്പുരാട്ടി. അവൾ പതിയെ വിളിച്ചു. അടുക്കളപ്പുറത്തെ മാവിൻചുവട്ടിൽ നിന്നും ഒരു വെളുത്ത പൂച്ച പാഞ്ഞെത്തി. കഴുത്ത് ദേവയാനിയുടെ നൈറ്റിയിൽ ഉരസി അവൾ മടിയിലേക്ക് ചാടിക്കയറി. 3 വർഷം മുൻപ് ഒരു മഴരാത്രിയിൽ മുറ്റത്ത് വിറച്ചുനിന്ന ഈ കുഞ്ഞിനെ എടുത്തുചേർത്തപ്പോൾ ദേവയാനി കരുതിയത് താനാണ് അവൾക്ക് തുണയായതെന്നാണ്. എന്നാൽ ഇന്ന് ഉണ്ണിതമ്പുരാട്ടിയാണ് ദേവയാനിയുടെ കാവൽ. തന്റെ യജമാനത്തിക്ക് ഇരുട്ടിനെ ഭയമാണെന്ന് ആ മിണ്ടാപ്രാണിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സന്ധ്യ മയങ്ങിയാൽ ഉണ്ണിതമ്പുരാട്ടി പിന്നെ പുറത്തേക്ക് പോകാറില്ല. ദേവയാനിയുടെ നിഴൽ പോലെ അവൾ കൂടിയുണ്ടാകും. അങ്ങനെയൊരു രാത്രിയിലായിരുന്നു അത്. ജനൽക്കൽ തട്ടി പെയ്യുന്ന മഴക്കൊപ്പം ദേവയാനി ഉറക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്ന് ഉണ്ണിതമ്പുരാട്ടി അവളുടെ നൈറ്റിയിൽ കടിച്ചു വലിച്ചു. അസ്വസ്ഥയോടെ കണ്ണുതുറന്ന ദേവയാനി കണ്ടത് ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. കട്ടിലിനടിയിൽ നിന്നും പതുക്കെ ഇഴഞ്ഞു നീങ്ങുന്ന ഇഴജന്തു. ഉണ്ണിതമ്പുരാട്ടിയുടെ ജാഗ്രത ഇല്ലായിരുന്നെങ്കിൽ ആ രാത്രി പലതും സംഭവിക്കുമായിരുന്നു. വിറക്കുന്ന കൈകളോടെ അവൾ ആ പൂച്ചയെ നെഞ്ചോട് ചേർത്തു. തറവാട്ടിലെ ആരും കാണാത്ത കാവൽദേവതയാണ് തനിക്കരികിലുള്ളതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഇന്നും സന്ധ്യയാകുമ്പോൾ ആ പഴയ വീട്ടിൽ ഒരു വിളി കേൾക്കാം, ഉണ്ണിതമ്പുരാട്ടി. ഇരുട്ടിനെ തോൽപ്പിക്കാൻ തന്റെ പ്രിയപ്പെട്ടവൾക്ക് കൂട്ടായി അപ്പോഴും ആ വെളുത്ത പൂച്ച ഓടിയെത്തും.